ഈ വരുത്തുപോക്ക് അതുപോലെ നമ്മുടെ ചാത്തനേറ് അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? അതുപോലെ തന്നെ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അവൻ്റെ മേത്ത് ആദ്യമേ വന്നത് തൂങ്ങി മരിച്ചതായിട്ടുള്ള ഒരാളാണ്. ഇവരുടെ മേത്ത് ചില ആൾക്കാരുടെ മേത്ത് 3 വരെ പ്രവേശിക്കുന്നു. അവർ ഭയങ്കര വാശിക്കാരാണ്. ഞാൻ അറിവിലേനെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ് അനുഭവം? എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ചെയ്യാറാണ്. ഞാൻ പറഞ്ഞു എന്തോ കയറ്റിക്കൊണ്ട് വിളിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അനിയനെയും കൊണ്ടുവന്നിട്ട് ഇതെൻ്റെ അനിയനല്ല എന്നെ വിളിച്ചിട്ട് പറയും. ഇവനല്ല, എൻ്റെ അനിയനല്ല, ഇവനെ രക്ഷപ്പെടുത്തിത്താന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇല്ല എന്ന് വിശ്വസിക്കുന്നവരില്ല എന്ന് തന്നെ വിശ്വസിക്കും. അത് മനസ്സിലാക്കി കൊടുക്കണം. ഈ പണം പിഴുങ്ങി കാശ് മേടിക്കുന്നവരുടെ മുമ്പിൽ നമ്മളിത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. കാശല്ല വലുത്, കർമ്മമാണ് വലുതെന്നുള്ളത് തെളിയിച്ചു കൊടുക്കണം. കാശുണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രം, അതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ബ്രാഹ്മണ സമൂഹം എന്ന് ഈ ക്ഷേത്രപരമായിട്ടുള്ള ആചാരങ്ങൾ എടുത്തിട്ടുണ്ട്, ആ ക്ഷേത്രങ്ങൾ മുഴുവൻ നശിച്ചിട്ട് മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ല അവിടെ നിന്നുള്ള കാട്ട് മോട്ടിച്ചും പടിയില്ല, സ്വർണ്ണമില്ല. അയ്യപ്പനും ഇപ്പം അയ്യപ്പനും ഉണ്ടെന്ന് സംശയമാണ്. ഇപ്രാവശ്യം ഒന്ന് പോയി നോക്കണം. ആശാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്ത് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റിയെടുക്കാൻ പറ്റുമോ? അത് ഞാൻ മാറ്റിത്തരാം. പോകുന്നതിന് മുമ്പ് മാറ്റിത്തരും. ഇപ്പം മാറ്റിത്തരണം പറ്റുമോ? എനിക്ക് ഇച്ചിരി ഭസ്മം വേണം. പറ്റുമോ? തരാം. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ ആശാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ഭാഗത്ത് എന്തോ ഒരു ഇത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മാറ്റിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എങ്ങനെ മാറ്റാൻ പറ്റും? അത് ഞാൻ മാറ്റിത്തരാം. പോകുന്നതിന് മുമ്പ് മാറ്റിത്തരണ്ടു. ഇപ്പം മാറ്റിത്തരണം പറ്റുമോ? എനിക്ക് ഇച്ചിരി ഭസ്മം വേണം. പറ്റുമോ? തരാം. ഭസ്മം ഇവിടെ ഫ്ലോറിൽ കിട്ടാൻ ഒരു വഴിയുമില്ല. പുള്ളിക്ക് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ പോയി വണ്ടിയുടെ അകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ആ ഉണ്ടോ? അപ്പോൾ അതുവരെ നമുക്ക് സംസാരിക്കാം. ഭസ്മം വരട്ടെ. അതെ, അന്നേരം അതാണ് അതിനകത്തുള്ള കാര്യം. അല്ല, ആ സമയത്ത് നമുക്ക് എനിക്കുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ ഭസ്മം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഇത് പറയുന്നത്. അതായത് അല്ല, ഇതെനിക്ക് വരുന്നത് ഈ കണ്ണേർ കൊണ്ടാണോ? കണ്ണ് തീർച്ചയായിട്ടും അങ്ങനെയാണോ അതിൻ്റെ യാഥാർത്ഥ്യം? അതായത് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ഇത് 3 ബിംബങ്ങളാണ്. അതായത് വിഗ്രഹങ്ങൾ 3 വിഗ്രഹങ്ങളാണ്. ഈ 3 വിഗ്രഹങ്ങളിൽ ഒന്ന് കാളീപരമായിട്ടുള്ളതും, ഒന്ന് വിഷ്ണുമായ, ഒന്ന് കരിങ്കുട്ടി സ്വാമി. അന്നേരം കരിങ്കുട്ടി സ്വാമി എന്ന് വെച്ചാൽ കരിനീലിയുടെ മകനാണ് കരിങ്കുട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഐതിഹ്യങ്ങളിൽ വരുന്നതാണ്. ഓക്കെ ഓക്കെ. അതെ, നമ്മുടെ മലബാറായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയല്ലേ. പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ പുതിയ ഐതിഹ്യം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. സ്വിച്ച് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ കുറെ പറയണം. വൈദ്യുതി വിച്ഛേദിക്കാനും തുറന്നുവിടാനുമുള്ള എന്ന് പറഞ്ഞ പോലെ. അന്നേരം ഈ മൂർത്തിക്ക് വരുന്ന കരിങ്കുട്ടി എന്ന് പറയുന്ന മൂർത്തിയുടെ ഭസ്മം, അതിന് മുമ്പിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്ന ഭസ്മം വേദന സംഹാരിയാണ്. അങ്ങനെ ചോദിക്കും ഗുളിക കഴിച്ചാൽ പോലെ. ഒരു തലവേദന തലവേദനയുള്ള കേസാണ് നമ്മുടെ അടുക്ക് വരുന്നെങ്കിൽ അവിടെ കർപ്പൂരം കത്തിച്ച് ഭസ്മം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ വരുമ്പോൾ അവരുടെ തലവേദന മാറിയിരിക്കും. അതായത് ഒരു ഗുളിക കവറിൽ നിന്ന് പൊട്ടിച്ച് ആ ടാബ്ലറ്റ് എടുക്കുന്ന സമയം പോലും വേണ്ട വേദന മാറാൻ. അതാണ് അതിൻ്റെ ഉപാസന ശക്തി. അന്നേരം ചോദിക്കും എല്ലാവരും ഉപാസന എൻ്റെ കയ്യിലാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ തലവേദന മാറും. തലവേദന അതുപോലെ ഈ കണ്ണേറ് കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ മാറുന്നത്. അതായത് വിശ്വാസം അല്ലേ? വിശ്വാസവും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കുള്ള ഒരു ഡൗട്ടാണ്, ഏതൊക്കെ വരുത്തുപോക്കും പിന്നെ വേറെ തരുന്നുണ്ടായിരുന്ന ചാത്തനേറും. അതുപോലെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലോക ഫിലിം വലിയ രീതിയിൽ വൈറലായി നിൽക്കുന്ന ഒരു സമയം. 300 കോടി കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വാരിയ പടമായിട്ട് മാറിയിരിക്കുന്നത്. അതിനകത്തൊരു കഥാപാത്രമാണ് ഈ ചാത്തനേറ്, അതുപോലെ വരുത്തുപോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഗതികൾ നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒടിയൻ അല്ലേ, ഒടിയൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഒടിയൻ പിന്നെയും പണ്ടൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന്, അത് മനുഷ്യൻ തന്നെ ചെയ്തിരുന്ന ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വരുത്തുപോക്ക് അതുപോലെ
നമ്മുടെ ചാത്തനേർ, അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? ഈ വരുത്തുപോക്കെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ നിന്നും വേറൊരു ക്ഷേത്രത്തിലേക്ക് സഞ്ചാര വഴികളുണ്ട്. അതായത് പണ്ട് വെളിച്ചപ്പാടെന്നൊക്കെ പറയാം, ഇവിടുന്ന് അനുഗ്രഹിച്ചിട്ട് അവിടെ പോകണം. അതേപോലെ തന്നെ എല്ലാ ആചാരങ്ങൾക്കും ഒരു പോക്കുവരവ് സ്ഥലമുണ്ട്. അതായത് ക്ഷേത്രത്തിൽ നിന്നും വേറൊരു ക്ഷേത്രത്തിലേക്ക് പോവുക, മാണിക്യം പോകണമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അതായത് ചെറിയൊരു ഗോളം പോലെ തീ പോലെ വന്നിട്ട് തീ ഇങ്ങനെ വന്നിട്ട് ആ ക്ഷേത്രത്തിലേക്ക് കണക്ട്, അത് സ്ഥിരം ആ റൂട്ടാണ്. അത് അതിന് മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ സംഭവിക്കും. ഒന്നാമത് ഭീതിയാണ് പെട്ടെന്നുണ്ടാകുന്നത്. കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകല്ലേ. ഞാൻ കണ്ടിട്ടുള്ളതാണ് അത്, കൊച്ചിലെ കണ്ടിട്ടുള്ളത്. അതായത് ഒരു ചെറിയ അത് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മതിലയിലൊക്കെ ഇടുന്ന ലൈറ്റിൻ്റെ മുഴുപ്പിൽ ചുമല കളറിൽ വന്നിട്ട് അത് ഒരു വലിയ ഏകദേശം ഒരു നമ്മുടെ ഏകദേശം ഈ മുഴുപ്പിൽ റൗണ്ടിൽ നല്ല ജ്വലിച്ചാണ്ട് വന്നിട്ട് വീണ്ടും ചെറുതായിട്ട് പോകും. അത് ഒരു പാട്ടിൽ തന്നെ ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അന്നേരം സയൻസ് പരമായിട്ട് അത് വേറെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഗോളങ്ങൾ തമ്മിൽ വരച്ചുമ്പോൾ ഉള്ള സംഭവം അതും ആകാശത്തല്ലേ, ഇത് ആകാശത്തല്ലേ, ഇത് നമുക്ക് ഏകദേശം 7 അടി ഹൈറ്റിലായത് പോകുന്നു. ഓക്കെ, അങ്ങനെയാണല്ലേ. അത് ആകാശത്ത് പോകുന്നത് ഗോളങ്ങൾ തമ്മിൽ ഉരസി അത് വരുന്നുണ്ട്. അത് ഈ വാൽനക്ഷത്രം വരുന്നത്, അത് ഉൽക്കകള് മേളിൽ നിന്ന് കല്ലുകൾ വന്ന് കത്തിത്തീരണം. അല്ലാതെ ഇത് കറക്റ്റ്. അതുപോലെ തന്നെ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കുട്ടികള്, അതായത് ഗർഭം ധരിച്ചിരിക്കുന്ന കുട്ടികൾക്ക്, ഇപ്പൊ അമ്മമാർക്ക് ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഷോക്ക് ഉണ്ടാവും. ആ കുട്ടിക്ക് തലക്ക്, അതായത് ഓട്ടിസം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ വരുന്നില്ല. തീർച്ചയായിട്ടും അതിനകത്ത് വരുന്ന കുട്ടികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇതേപോലുള്ള വരുത്തുപോക്ക് സ്ഥലങ്ങൾ. അറുകുല എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പുരാതനപരമായിട്ടുള്ള, അതായത് ശരിക്കും ഉപാസന എടുത്തിരിക്കുന്നതായിട്ടുള്ള കാർന്നയന്മാരുണ്ടാവും. ഇവര് മരണപ്പെടുമ്പോൾ കന്നിമൂല സ്ഥാനത്ത് പാലയിൽ കുടിയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതാണ് അറുകുലയായിട്ട് വരുന്നത്. അവർ ഭയങ്കര വാശിക്കാരാണ്. ഞാൻ അറുകുലേനെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരു ശരീരത്തിൽ കൊച്ചിൻ്റെ ഒരു 26 വയസ്സുള്ള പയ്യൻ്റെ മേത്തൊന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ് അനുഭവം? അതെങ്ങനെയായിരുന്നു? അത് വയലാറാണ്. വയലാറ് നാഗംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലം. അവിടെ വന്നു പോയിക്കൊണ്ടിരുന്ന പയ്യൻ്റെ അനിയനാണ്. അവൻ്റെ മേത്ത് ആദ്യമേ വന്നത് തൂങ്ങി മരിച്ചതായിട്ടുള്ള ഒരാളാണ്. ഇവരുടെ മേത്ത് ചില ആൾക്കാരുടെ മേത്ത് 3 എണ്ണം വരെ പ്രവേശിക്കുന്നുണ്ട്. പിന്നെ ചിലരുടെ ഒക്കെ എന്താ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെയും കൊണ്ടേ പോകുള്ളൂ. അത് തീർച്ചയായും, അത് കൺഫേം. എൻ്റെയൊക്കെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ഈ നെഗറ്റീവ് എനർജി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബത്തിലെ 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഉമ്മ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞുതരാം. രക്തത്തിൻ്റെ കൗണ്ട് കുറവായിരുന്നു മരിച്ചപ്പോൾ. അതായത് ഒരാളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ ചെക്കപ്പിൽ ഒരു സാധനം കിട്ടുകയില്ല. ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പയ്യൻ പെട്ടെന്ന് ബോധമില്ലാതെ ചേട്ടൻ അനിയനെയും കൊണ്ടുവരികയാണ്. അനിയനെയും കൊണ്ടുവന്നിട്ട് ഇതെൻ്റെ അനിയനല്ല, എന്നെ വിളിച്ചിട്ട് പറയും, ആശാന ഇതെൻ്റെ അനിയനല്ല, ഇവനല്ല, എൻ്റെ അനിയനല്ല, ഇവനെ രക്ഷപ്പെടുത്തിത്താന്നും പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇവൻ എൻ്റെ അനിയനല്ല, എൻ്റെ അനിയൻ്റെ സ്വഭാവം ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പീഠത്തിലേക്ക് അവിടെ തിണ്ണയിലേക്ക് കയറി നിൽക്കൂ. കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ഉടനെ എൻ്റെ അടുക്കെ എന്നെ സൊല്ലണമെന്നാണ് ചോദിച്ചത്. ഇവന് തമിഴെന്ന് പറയുന്ന സാധനം അറിയാൻ മേലാത്ത ഒരുത്തനാണ്. എൻ്റെ അടുക്കെ പച്ച തമിഴ്. എനിക്കാണെങ്കിൽ തമിഴ് എനിക്ക് വലിയ ചെറുതായിട്ട് അറിയാം, എങ്കിലും വിട്ടില്ല. എനിക്ക് കുളന്തം കയറിക്കണ എന്നും പറഞ്ഞ് തമിഴ് പക്ക തമിഴില്ല. ഞാൻ ചോദിച്ചു നീ എവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവൻ ഇലക്ട്രീഷ്യൻ ഈ എറണാകുളത്ത് എവിടെയോ ഇലക്ട്രീഷ്യനിൽ പോയതാണ് ഈ പയ്യൻ. ഇലക്ട്രീഷ്യൻ വർക്കാണ്. അവിടെ ഒരു റൂമിൽ തൂങ്ങി മരിച്ചതാണ് ഈ തമിഴൻ. പിറ്റേ ദിവസം തിരക്കി പിടിച്ചപ്പോൾ അവിടെ തമിഴൻ തൂങ്ങി മരിച്ചു. പുള്ളിക്ക് 2 കുട്ടികളുണ്ട്. അത് ഒഴിവ് ചെയ്ത് ഞങ്ങൾ. ഈ പയ്യൻ്റെ മേത്ത് തന്നെ ഈ പയ്യൻ നേരെ അവൻ്റെ വീടിന് നേരെ കിഴക്കുവരെ ഒരു തോടും ചാടി അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കാവുണ്ട്. അവിടെ മരണപ്പെട്ടതും താമസമില്ലാത്ത ഒരു കാവുകളാണ്. വെച്ചാരാധനങ്ങളില്ല, ക്ഷയിച്ച് കിടക്കുന്ന അവസ്ഥ.
ഒരു ദിവസം അവനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞ് ഇവനെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവനെന്തോ കുഴപ്പമുണ്ടല്ലോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് നീ ആരാടാന്ന് എന്നിട്ട് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു എന്തോ കയറ്റിക്കൊണ്ട് വിളിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോട്. വിളിച്ച ഇരുത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ അറുകിലാണെന്ന് പറഞ്ഞു. ശരി, അറുകിലാണെങ്കിൽ പിന്നെ അങ്ങ് അടങ്ങിക്കോ ഒതുങ്ങിക്കോ എന്ന് പറയും. നമ്മൾ ഒതുങ്ങിയിരിക്കാൻ പറയും. ഈ അറുകുല എന്ന് പറയുന്നത് ഈ ചാത്തൻ പോലെ തന്നെ വേറൊരു സംവിധാനം. അത് തന്നെ, ഒതുങ്ങിക്കോ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ വരാമെന്നു. വീട്ടിൽ വെച്ച് ഒഴിവ് കിടക്കുള്ളൂ. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ കളം വരച്ച് ഞാൻ എടുത്ത് വിളക്ക് വെച്ച് ഒഴിവിനെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവൻ വന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ ഒഴിയല്ല, നിന്നെ കൊണ്ട് ഒഴിയാൻ പറ്റത്തില്ല. ഞാൻ വെച്ച് നിന്നെ കൊണ്ട് ഒഴിയാൻ പറ്റാത്ത എന്താ കാര്യം? എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്, ആ ആളെ ഒഴിവ് ചെയ്താലേ പറ്റുള്ളൂ. വേറെ 2-3 പേരുണ്ട്, അവരെ. ഞാൻ പറഞ്ഞു ആരാ? അത് നാഗേഷിയ. ശരി, നാഗേഷി വന്നാൽ ഞാൻ ഒഴിവ് ചെയ്താൽ, നാഗേഷിനെ ഒഴിവ് ചെയ്താൽ നിങ്ങൾ കൂടെ പോരുമോ? ശരി. നാഗേഷിനെ ഒഴിവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പുള്ളി കയറി. അതിൻ്റെ ആശയിൽ നമുക്ക് അറിയാൻ പറ്റും. തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും, വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഇതിലേക്ക് ഒഴിവ് മാറിയെന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഒഴിവായോ? ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ തന്നെ നേരെ വിളക്കെ പിടിച്ച് അപ്പോഴേ ബോധം പോയി. വെള്ളം തെളിച്ച് എഴുന്നേറ്റപ്പോൾ അവൻ ചോദിക്കുന്നത് എന്താണ് ഇവിടെ, അണ്ണനെപ്പോൾ വന്നു? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. 3 ദിവസം മുമ്പ് നടന്ന കാര്യം അറിയാവുള്ളൂ. ഇനി 3 ദിവസം മുമ്പത്തുള്ള കാര്യം തൊട്ട് അറിയുള്ളൂ. 3 ദിവസം മുമ്പ് കയറിയതായത് 3 ദിവസത്തെ കാര്യം കംപ്ലീറ്റ് കട്ടായിപ്പോയി. അന്നേരം ഇതില്ല എന്ന് പറയണത്, അത് ഇല്ല എന്ന് വിശ്വസിക്കണവരില്ല എന്ന് തന്നെ വിശ്വസിക്കുക. പക്ഷേ ഏറ്റവും വലിയ അപകടപരമായിട്ടുള്ള കുട്ടികൾക്കും മറ്റ് ആൾക്കാർക്കും മരുന്ന്, അതായത് മെൻ്റലി മെഡിസിൻ കൊടുത്ത് ദുർമരണങ്ങളും സമാധാനമില്ലാത്ത വീടുകളിൽ ഈ സാധനം ഉണ്ടെന്ന് ഞാൻ പറയാം. അതിനകത്തുനിന്ന് ഞാൻ തെളിയിച്ചു തരാൻ ഞാൻ 100% തയ്യാറുമാണ്, കാണിച്ചു തരാം. ഇത്രയും കോൺഫിഡൻസോടുകൂടിയല്ലേ പറയുന്നത്? പിന്നെ അത്രയും ചെയ്തിട്ടുണ്ട്, അനുഭവങ്ങളുണ്ട്. പിന്നെ മുതുകത്തൊക്കെ പാടുണ്ടാവും. എന്തിൻ്റെ? മാന്തിയ പാടുണ്ടാവും, ചില ഒഴിവ് കഴിഞ്ഞു വന്ന്. ആണല്ലേ? പെടലിക്കുണ്ടാവും, കൈ പൊങ്ങിയല്ല. ഞാൻ പിള്ളേരെ കൊണ്ട് കൈ നക്കിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇരിക്കണം. കുഴമ്പിടും. നമ്മളുമായിട്ട് കുസ്തി പിടിക്കും. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ശരീരമായിട്ട് ഒരു കുസ്തി പിടിക്കുന്നുണ്ടല്ലേ. ചെവിയുടെ സൗണ്ട് പോവും. അതായത് പ്രേതബാധ ഒഴിവ് നടക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള സാധനം, ഒരു സാധനം ഇങ്ങനെ കീ എന്നൊരു സൗണ്ട് മാത്രമേ നമുക്ക് ചെവി കേൾക്കുള്ളൂ. അന്നേരം അറിയാം സാധനം വന്നിട്ടുണ്ടോ. അവിടെ നിൽക്കുന്നവരുടെ കാല് പെരുത്ത് കയറും. അത്ര നേരം ഒരു വിളക്ക് കത്തിക്കുമ്പോൾ, ഒരു വിളക്ക് കത്തിച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ കാലം പെരുക്കത്തില്ല. നിങ്ങളുടെ മേത്ത് ശരീരത്തിൽ വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ കാല് പെരുത്ത് വരുള്ളൂ, തലക്ക് ഭാരം വരുള്ളൂ. എൻ്റെ മുമ്പിലിരുന്ന നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സൈഡ് എഫക്റ്റ് കാണിക്കും. ഒരു പ്രേതബാധയുള്ള ആൾ എൻ്റെ അടുത്ത് ഒരു 3 മീറ്റർ അകലയിൽ നിൽക്കുകയുള്ളൂ. അടുത്ത് വരാൻ അവർക്ക് പേടിയായിരിക്കും. അവർ മാറിപ്പോവും. ഞങ്ങൾക്ക് വഴിയെ പോണ പ്രേതബാധനെ ഒഴിപ്പിക്കാനായിട്ട് യാതൊരുവിധ റൂളും ഇല്ല. അവരുടെ ഫാമിലി നമ്മളുടെ വന്ന് നമ്മൾ കണ്ട് തീർച്ചപ്പെടുത്തി കൺഫേം അവരെ മനസ്സിലാക്കി, അവർക്ക് സ്വയം ആ ശരീരത്തുണ്ടെന്ന് ആ സ്വന്തം ആളെ മനസ്സിലാക്കി, നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ ഒഴിവെടുക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട്, ശരിക്കും പറഞ്ഞാൽ അത് പുറം ഒഴിവെന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം രൂപ വരെ മേടിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് മഠത്തിലേക്ക് തുച്ഛമായ ഒരു സാധനം കിട്ടുള്ളൂ. ഇത്രയും കാശൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അത്രയും കാശുണ്ടെങ്കിൽ ഞാൻ ബെൻസിലേ വരുള്ളൂ. സംഭവം മനസ്സിലായി? തീർച്ചയായും. അതായത് തന്ത്രപ്രധാനപരമായിട്ട് നമുക്ക് പിടിച്ചു വാങ്ങാനായിട്ട് യാതൊരുവിധ നിർവാഹവും ഇല്ല. കാശില്ലെങ്കിലും നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കണം. പൈസ വരുമെന്നേ, പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ കഴിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പൈസയൊക്കെ ഉണ്ട്, നല്ല ഫണ്ട്. എനിക്കിനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരു ട്രസ്റ്റ് വേണമെന്നും, ഒരു 10 പേരെ നമുക്ക് സംരക്ഷിക്കാനുള്ള സ്ഥലം വേണമെന്നും, വലിയൊരു മഠം വേണമെന്നും, അതുകൊണ്ട് 10 പേർക്ക് പ്രയോജനങ്ങൾ ഉണ്ടാകണമെന്നുള്ളതൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കണം. ഈ പണം പിഴുങ്ങി കാശ് മേടിക്കുന്നവരുടെ മുമ്പിൽ നമ്മളിത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. കാശല്ല വലുത്, കർമ്മമാണ് വലുതെന്നുള്ളത് തെളിയിച്ചു കൊടുക്കണം. മനസ്സിലായോ?
നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഇപ്പം എൻ്റെ മഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണാണ്, ഫുൾ ഓപ്പണാണ്. ഈ നടക്കുന്ന 19-ാം തീയതി ചടങ്ങുണ്ട് കറുത്തവാവിൻ്റെ. ഞങ്ങളെല്ലാം മുന്നിലത്തെ ദിവസം എടുക്കണം. ഈ ചടങ്ങിനകത്ത് നിങ്ങൾക്ക് നേരിട്ട് കാണാം പ്രേതബാധ വന്നതും അനുഗ്രഹിക്കുന്നതും അവിടെ വെക്കുന്ന അന്നവും എല്ലാത്തിനും മൂർത്തിഭാവത്തിൻ്റെ ശക്തിയെല്ലാം നേരിട്ട് കാണാം. ആരും കയ്യെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ ഫേക്കാണെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഹരി പത്തനാപുരം. ജോത്സ്യനല്ലേ? ജോത്സ്യനാണ്. പുള്ളിനെ ഞാൻ നേരിട്ട് കാണാൻ വേണ്ടിയിരിക്കും. അതെന്താണ്? എനിക്ക് പുള്ളി ജോത്സ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. അതെ അതെ അതെ. പക്ഷേ പുള്ളി പറയുന്ന കുറെ കാര്യങ്ങൾ കറക്റ്റാന്ന് നമുക്ക് തോന്നുന്നു. പുള്ളി മതത്തിനെ വിൽക്കാത്ത ആളാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 27 നക്ഷത്രം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നക്ഷത്രം അറിയാം? അറിയില്ല. ഇല്ല ഇല്ല ഇല്ല. അതാണ് കറക്റ്റ്. എൻ്റെ നക്ഷത്രം എന്നതാണെന്ന് എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നക്ഷത്രം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും മനസ്സിൽ തീരുമാനിക്കണം, എനിക്കൊരു മകൻ ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടാകണമെന്ന്, ഒരു കുട്ടി വേണമെന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു കുട്ടിയുടെ ജനനം തുടങ്ങി ആണോ? അതെ അതെ അതെ. അമ്മയുടെ വയറ്റിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ ജനനം തുടങ്ങി, കുട്ടിയുടെ വളർച്ച തുടങ്ങി. അത് 9 മാസം 8 മാസം 9 മാസം കഴിഞ്ഞ് പുറത്തേക്ക് വരിക, 10 മാസം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അത് ഇഷ്ടമുള്ള മാസത്തിൽ ഇറക്കാം. ഇപ്പം നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഏത് നക്ഷത്രം വേണമെങ്കിലും തരും, ഏത് മുഹൂർത്തം വേണമെങ്കിലും തരും. അന്നേരം അങ്ങനെ വരുന്ന കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോണത്. അന്നേരം ഏതാണ് നക്ഷത്രം, ഏതാണ് രാശി? ഈ 27 നക്ഷത്രം ഉള്ള ഞങ്ങൾക്ക് ഇവിടെ നക്ഷത്രം എടുക്കാറില്ലല്ലോ ഞങ്ങൾ. അപ്പോൾ ഈ പണ്ട് പറയുമായിരുന്നല്ലോ, ഈ ചൊവ്വാദോഷമുള്ള സ്ത്രീകൾക്ക് ഒരു ചൊവ്വായും ദോഷമില്ല. അതൊക്കെ വേറെ പറയണത്. ചൊവ്വാ ദോഷമുണ്ട്, ബുധൻ ദോഷമുണ്ട്. അതൊക്കെ തന്ത്രിക സമൂഹപരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം പോലെ ഒരു സംഭവമാണ്. ഞങ്ങളുടേത് എൻ്റേത് എൻ്റെ മാത്രം, കാശുണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രം, അതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ബ്രാഹ്മണ സമൂഹം എന്ന് ഈ ക്ഷേത്രപരമായിട്ടുള്ള ആചാരങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങൾ മുഴുവൻ നശിച്ചിട്ടേ. എന്തുകൊണ്ട് ക്രിസ്ത്യപരമായിട്ടും മുസ്ലിം പരമായിട്ടും പള്ളികളും മുസ്ലിം ചർച്ചകളൊക്കെ എല്ലാം നന്നായിട്ട് വളർന്നു? എന്തുകൊണ്ട് ധനം, ഇതുകൊണ്ട് പറയുന്നത് മുസ്ലിം പരമായിട്ടും ക്രിസ്ത്യപരമായിട്ടും വരുന്ന ധനങ്ങൾ ടാക്സ് മാത്രമല്ല സർക്കാരിന് പോകുന്നുള്ളൂ. എത്ര സ്കൂളുകളുണ്ട് മുസ്ലിം പരമായിട്ടും ക്രിസ്ത്യൻ പരമായിട്ടും? ഇത് ശബരിമല അവിടെ എല്ലാം ദേവസ്വം ബോർഡ് കൊണ്ട് ദേവസ്വം ബോർഡ് കാഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞല്ല. KSRTC തിരുവിതാംകൂറിൻ്റെ ആയിരുന്നു കൊടുത്തത്, എല്ലാം നശിപ്പിച്ച്. ആ സ്ഥലം മുഴുവൻ വിറ്റ് തൊലച്ച് നശിപ്പിച്ച്. അന്നേരം ഒരു ഭരണകർത്താക്കളിന് അതിൻ്റേതായിട്ടുള്ള ആരാധനാമൂർത്തികളുടെ ഉടമസ്ഥർ തന്നെ ഇത് കൊണ്ടുപോയിരുന്നെങ്കിൽ ആ സമൂഹത്തിന് ആ ഒരു ജാതിപരമായിട്ടോ മതപരമായിട്ടോ നിൽക്കുന്ന അവരവരുടെ സാധനങ്ങൾ അവരവർ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇതൊന്നും നശിക്കില്ല. ഇത് സർക്കാരിലേക്ക് ഏൽപ്പിച്ചിട്ട് എന്ത് ഫലം ഉണ്ടായെന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ ചെന്ന് പഴനി ചെന്ന് കണ്ടു നോക്ക്. നടന്നു പോണവർക്ക് വണ്ടിയാണ്, ബാറ്ററി വണ്ടി ഓടിക്കൊണ്ടിരിക്കുക, ബസ് പോലത്തത്. വഴി കയറി പിടിച്ച് കയറ്റി കൊണ്ടുപോയി അവർ വാദിക്കാൻ ഇറക്കി കൊടുക്കുകയും. എന്ത് വൃത്തിയായിട്ട് കിടക്കണം. 36 പ്രാവശ്യം തൂക്കാൻ ആൾക്കാർ. അതായത് ഈ ശബരിമലയും പനി തമ്മിൽ രാവിലെ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. വർക്കിൻ്റെ, അതായത് കൃത്യമായിട്ട് എന്താ പറയുക, ഭരണ സംവിധാനം കൃത്യമായിട്ട് നോക്കുന്നില്ലെന്നാണ് പറയുന്നത് ശബരിമലേനെ. അതായത് ഭരണ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴനി എന്ന് പറയുന്ന മൂർത്തിഭാവം ഇരിക്കുന്ന അവിടത്തേക്കുള്ള നടപ്പ് വരെ ഒറിജിനാലിറ്റിയാണ്, ആർട്ടിഫിഷ്യൽ അല്ല. ശബരിമല മുഴുവൻ സിമെന്റ് കുഴച്ചിട്ടിരിക്കുകയാണ്. പഴയ വഴികൾ മുഴുവൻ സിമെന്റും കുഴച്ചിട്ട് മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ല അവിടെ നിന്നുള്ള കാട്ടും മോട്ടിച്ചും പടിയില്ല, സ്വർണ്ണവും ഇല്ല. അയ്യപ്പനും ഇപ്പം അയ്യപ്പനും ഉണ്ടാകുന്ന സംശയമാണ്. ഈ പ്രാവശ്യം ഒന്ന് പോയി നോക്കണം ഉണ്ടാകുന്നു ആ അവസ്ഥയാണ്. ഞാൻ ഹിന്ദുവായിട്ട് പറയല്ല, ഒന്ന് പോയി നോക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ പോയിട്ട് ആ ശബരിമല പെണ്ണുങ്ങളെ കയറുന്ന വിഷയം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഞാൻ ശബരിമലക്ക് പോയിട്ടില്ല. ഈ ഉണ്ടാക്കുന്ന നെയ്യ്, ഇവിടുന്ന് കയറിപ്പോകുന്ന നെയ്യ്, ഇപ്പം ഇവിടെ കർണാടകയിൽ 65 ലക്ഷം രൂപയുടെ നെയ്യ് വ്യാജം. ഇവിടുന്ന് പാവപ്പെട്ടവൻ ഉണ്ടാക്കി നെയ്യ് കൊണ്ടുപോകാൻ തന്നെ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ പശുവിനെയൊക്കെ കൊന്ന് ചത്തതിൻ്റെ നെയ്യ് എടുത്ത് ഉരുക്കി അത് മറ്റ് നെയ്യിലേക്ക് ചേർത്ത് അതിവിടെ മണമൊക്കെ കയറ്റി, മണവും ഗുണവും ഒക്കെ കയറ്റിയല്ല. ഇവിടെ കേരളം മൊത്തം ഇതാണ് ശരിക്കും മായ.
എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കമ്പനികളെല്ലാം വടക്കാട്ട് പോയി? തമിഴ്നാട്ടിൽ ചെന്ന് നോക്കും എന്തെല്ലാം വ്യവസായ സ്ഥാപനം, എന്ത് രസമാണ് കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ജനിക്കരുതെന്നാണ് പറയണം, വല്ല തമിഴ്നാട്ടിൽ പോയി ജനിക്കണം. തമാശ പറഞ്ഞല്ല, നല്ല 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 അന്തരീക്ഷമാണ് അവിടെ. റോഡുകൾ, ഇവിടെ തന്നെ റോഡുകളുടെ അവസ്ഥ കണ്ട എന്തിനും പ്രശ്നം. ഒരു ബസ് മേടിച്ച് കളറടിക്കാൻ പറ്റില്ല, എന്ന് റോഡിലിറങ്ങാൻ പറ്റില്ല, ടാക്സ് മറ്റതും മറിച്ച്. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും മര്യാദയ്ക്ക് പറ്റില്ല. അയ്യപ്പനും ഇല്ല, എല്ലാം കാശുള്ളവരുടെ വീട്ടിൽ ചെല്ലും അയ്യപ്പൻ. ഇനിയിപ്പോൾ അങ്ങനെ ഇപ്പോൾ വിറേജ് വീടുകളിൽ വരണമെന്ന് സർക്കാർ പറയുന്നുണ്ട്, മറ്റേ വണ്ടിയെ കൊണ്ടു നടന്നിട്ട് എടുക്കുന്നത് ആ അവസ്ഥ. കണ്ടില്ലായിരുന്നു അതിനെക്കുറിച്ച്? ഇല്ല ഞാൻ കണ്ടില്ല. ബിവറേജ് വെക്കോട ഇത് വീടുകളിൽ വണ്ടിയാൽ അല്ല, അതിനോട് കുറേ ഉള്ളൂ, ബാക്കിയൊക്കെ തികഞ്ഞിരിക്കുവാണല്ലോ. അതുമായി ഞാൻ പറഞ്ഞില്ലേ, രാത്രി 8 മണി കഴിഞ്ഞിട്ട് 8 മണി കഴിഞ്ഞിട്ട് നടക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥ. എന്തുകൊണ്ട് നിസ്സാരം നമ്മുടെ ഈ കഞ്ചാവും മയക്കുമരുന്ന് എന്തുകൊണ്ട് വരുന്നു? ഈ ക്രിമിനാലിറ്റി എങ്ങനെ വരും? അത് വളരും. ഇനി സാത്താസേവ വളരും. ചാത്താസേവ അല്ല, സാത്താസേവ. എന്തുകൊണ്ടാണ് വളരണമെന്നറിയാമോ? രാത്രി സഞ്ചരിക്കാൻ അവിടെ കൂടുതൽ തുടങ്ങുന്നു, അവിടെ കൂട്ടം കൂടും, അവിടെ വിഷയങ്ങളുണ്ടാവും. ഇനി നമുക്ക് കേൾക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ കേട്ട് തുടങ്ങേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ. ഭക്തിയൊക്കെ ഓൺലൈനായിപ്പോൾ. ശബരിമലയിലൊക്കെ ഓൺലൈൻ പറ്റി. അടുത്തപ്പോൾ പായസം പോലും മേടിച്ച് കഴിക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ അരിയൊന്നും സൂക്ഷിക്കാതെ കൊണ്ടുവന്ന് വഴിയിലിട്ടിരിക്കുന്ന പോലെയാണ്. അത് നമ്മൾ ചെന്ന് കാണണം. ഇത് നമ്മളൊരാളെക്കുറിച്ച് നമ്മളിപ്പോൾ പറയണേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, എന്നെ ഇഷ്ടം പോലെ പേര് ട്രോൾ ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വളരെ സന്തോഷമല്ല. എന്താ കാര്യം എന്നറിയാം? ഇത് ഫുള്ളായിട്ട് കാണണമെന്ന് പറയുന്നത് അല്ലാതെ ട്രോളാൻ വേണ്ടി മാത്രം നടക്കണം. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്, ട്രോള്. അവർക്കതേ നടക്കുള്ളൂ. ചെയ്യണ തെറ്റുകൾ, ഇന്നിപ്പോൾ ചെയ്യണ തെറ്റുകൾ വിളിച്ച് ഇത് പറയാല്ലേ എന്നാ, അവർ നമ്മൾ നന്നായെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ. അതെ തീർച്ചയായിട്ടും. നമുക്കൊരു വേദിയിലിരുന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ വരുമ്പോൾ അവനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേസും പഴക്കൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കേസും പഴക്കൊക്കെ. അതായത് നല്ല മരം വെട്ടുകയുള്ളൂ, അതിനെ നോട്ടയിടുകയുള്ളൂ. ചീത്ത മരം ആരും വെട്ടത്തൊന്നുമില്ല. വെട്ടുവോ? അതൊക്കെ അത്രേ ഉള്ളൂ. നല്ല ചുളയുള്ള മാവിലെ കല്ലെറിയൂ എന്ന് പറയുന്നത്. അതല്ല, ഫൈറ്റിംഗ് ഉണ്ടാവും, നമുക്ക് ഫൈറ്റിംഗ് ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയണത് സത്യമായ എനിക്കറിയാവുന്ന സത്യമായ കാര്യങ്ങളാണ്. തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാക്കാം. പക്ഷേ എല്ലാവർക്കും കുടുംബവും കുഞ്ഞുങ്ങളും, ഇപ്പോൾ പറയാല്ലേ, ഞങ്ങൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഉണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ പോലെ. ഞാൻ അങ്ങനെ പറയാനില്ല. എനിക്ക് ഭയമില്ല. എനിക്ക് ഒറ്റ കാര്യമുണ്ട്, എനിക്ക് ഭയമില്ല. ഞാൻ എന്തിനും ഭയക്കണം? ഞാൻ ആരെ ഭയക്കണം? ആരെയും ഭയപ്പെടണ്ട. അതായത് നമ്മുടെ നിലപാടുകളും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടേതാണ്. അത് പറയുന്നതിന് ഒരാളെയും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തീർച്ചയായും ആരെയും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേരെ എന്നുള്ളതല്ലേ നിലപാട്. അതിപ്പോൾ എല്ലാവർക്കും വേണമെങ്കിലും, ഇപ്പം ഞാനാണെങ്കിലും ഈ പറയുന്ന സുഹിതാശാനാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മതപരമായിട്ടുള്ള നിലപാടുകളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാമൂഹ്യപരമായിട്ട് സാംസ്കാരികമായിട്ട് എല്ലാ തരത്തിലും നമുക്ക് വ്യത്യസ്ത നിലപാടുകളായിരിക്കും. ബഹുജനം പല വിധമാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, വേണ്ടേ തിരസ്കരിച്ചേരെ. അത്രയല്ലേ ഉള്ളൂ നിലപാട്. അപ്പം അതുപോലെ തന്നെ ആശാനെ, നിരീശ്വരവാദികൾ, അതായത് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗവും നമ്മുടെ മതമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും നമുക്കിടയിലുണ്ട്. അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഈ മൈത്രേയൻ, അതുപോലെ രവിചന്ദ്രൻ സി, അതുപോലെ ആരിഫ് ഹുസൈൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എന്താണ് ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ, കടുത്ത ദൈവവിശ്വാസി എന്ന നിലയിൽ അവരോടൊക്കെ എന്താണ് ആശാന് പറയാനുള്ളത്? പ്രകൃതിയുടെ ശക്തിയാണ് വിശ്വാസവും ദൈവവിശ്വാസവും. ഇത് ഈ പറയുന്നവരെ തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റും. വെല്ലുവിളിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാം? എൻ്റെ മുമ്പിൽ അവർ വന്ന് ഞാൻ പറയുന്ന ദിവസം അവർ ആ ചടങ്ങിൽ പങ്കെടുത്താൽ അവരൊന്നും പ്രാർത്ഥിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, വന്ന് തെളിയിച്ചു കൊടുക്കാം.
ഇവരെ വിശ്വാസികൾ നാളെ അവർ മാലയിട്ടുണ്ട് കിടക്കും. മറ്റേ സിനിമയിൽ ശ്രീനിവാസ ശബരിമലക്ക് പോലെ ഈ മാലയിനിയാ ഊരിയൽ എന്ന് പറഞ്ഞ പോലെ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിയിക്കാനുള്ള കഴിവും ഞാൻ പഠിച്ചിട്ടുണ്ട്, തന്ത്രവിധിയിൽ അത് അറിയാം. അവര് പറയണല്ലേ ശ്വാസം ഈ സാധനത്തിനെ ബ്രേക്ക് ചെയ്യാൻ. ക്യാമറയിലേക്ക് നോക്കി അവരുടെ പേര് പറഞ്ഞ് വെല്ലുവിളിക്കാനുള്ള ധൈര്യമുണ്ടോ? അവരുടെ പേരുകൾ രവിചന്ദ്രൻ സി, മൈത്രേയൻ, ആരിഫ് ഹുസൈൻ പ്രധാനപ്പെട്ട എത്തിസ്റ്റുകളാണ് കേരളത്തിലെ. അതായത് വിശ്വാസം ഇല്ലാത്ത ആര് വന്നാലും ഈ പറയുന്ന 3 പേരുടെ പേര് പറയുന്നുണ്ട് ഇവിടെ. ഞാൻ തെളിയിച്ചു കൊടുക്കും. അതിൽ രവിചന്ദ്രൻ സിയോട് തന്നെ രവിചന്ദ്രന്റെ പ്രോഗ്രാം ഞാനിപ്പോൾ ചെറുതായിട്ട് കണ്ടായിരുന്നു. ഞാൻ തെളിയിച്ചു കൊടുക്കാം. പുള്ളിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്. പുള്ളിക്ക് കുടുംബത്തിൽ മനസ്സമാധാനമൊന്നുമില്ല. ഫോട്ടോയിൽ തന്നെ കാണുന്നുണ്ട്. സ്വസ്ഥതയില്ലാത്ത ജീവിതം. പുള്ളി കേൾക്കണുണ്ടെങ്കിൽ കേട്ടോട്ടെ. എനിക്ക് എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് സംസാരിക്കണേ, ഞാൻ തെളിയിച്ചു കൊടുക്കാം. ഭഗവാനെ എന്ന് ഞാൻ പുള്ളിനെ കൊണ്ട് വിളിപ്പിക്കാം. അത്രയും കോൺഫിഡൻസാ? ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഞാൻ ഒരുക്കും. കാരണം രവി സാറുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടല്ലോ. ഇൻ്റർവ്യൂ ഉണ്ട്. എനിക്ക് ഈ ഞായറാഴ്ച ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രവി സാറുമായിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഈ ഞായറാഴ്ച വ്യക്തിപരമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ സംവദിക്കാനുള്ള അതിൻ്റെ കൃത്യമായിട്ട് മോഡറേറ്ററായിട്ട് ഞാൻ നടക്കുകയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് സംവദിക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കി തരാം. തീർച്ചയായിട്ടും കൊണ്ടുപോകും. 100% ഒരുക്കി. ആ വേദന മാറ്റി തരണ്ടേ? എന്ത് വേദന? തലയുടെ ലോഡ്. യെസ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏകദേശം അറിഞ്ഞു. എന്താ പറയേണ്ടത്, ചാത്തൻ സേവ, അതുപോലെ തന്നെ ഇലുമിനാറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ പ്രേത ഭൂത പിശാചുക്കളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ അനുഭവങ്ങൾ എല്ലാം കൃത്യമായിട്ട് സുജിത്താശാൻ വ്യക്തമാക്കി. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കൊരു ചെറിയ ഇങ്ങനെ കണ്ണി നോക്കിയിട്ട് തലവേദന. അപ്പം ദാശാൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? കണ്ണേറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അത് മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്താണ് എന്നറിയാൻ എനിക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട്, അതായത് നമ്മുടെ 3 മൂർത്തിയുടെ അവിടെ കർപ്പൂരം കത്തിക്കുന്ന ഭസ്മമാണിത്. ഇത് വേറെ ഒന്നും അല്ലത്, മരുന്നൊന്നും അല്ലത്, നമ്മുടെ ഭസ്മം ചാരം. ഇത് ഞങ്ങൾ ഒഴിപ്പിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇതങ്ങനെ എടുത്തിട്ടില്ല, ഇത് അല്ലാതെ തന്നെ ഒഴിപ്പിച്ച് നമുക്ക് തീർപ്പിക്കാൻ പറ്റും. ഇതിന് ഒരു നമ്പർ ഇട്ടിരിക്കുന്നത് വെച്ചാൽ 1 വിഷ്ണുമായ, 2 കരിങ്കാളിമുത്തി, 3 കരിങ്കുട്ടിച്ചാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർവ്യൂവിനിടയിൽ ഞാൻ ആശാനോട് പറയുകയുണ്ടായി, ആശാൻ ഇന്ന പോലെ എനിക്ക് ആശാൻ്റെ ഇങ്ങനെ കണ്ണി നോക്കിക്കൊണ്ടിരുന്നിട്ടാണോ നടത്തില്ല, ഇവിടെ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു, ഈ രണ്ടിടത്ത് ചെറിയൊരു എന്തോ ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞപ്പം ആശാൻ എടുത്ത് വായിക്കുവാനും അത് കണ്ണേറിൻ്റെ ആണ്, അതെനിക്ക് നിമിഷ നേരം കൊണ്ട് മാറ്റിത്തരാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായത്തിൻ്റെ പുറത്ത് നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആശാനോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആശാൻ 3 ഭസ്മം കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് എന്തോ ചെയ്യാൻ പോകാന്നാണ് പറഞ്ഞത്. നമുക്ക് എന്താണെന്ന് നോക്കാം. കൈ താത്തിട്ടു. ഓക്കെ. കണ്ണടച്ചു. കൈ കൂട്ടിപ്പിടിക്കരുത്, കൈ റിലാക്സ് ചെയ്തിട്ട് കണ്ണടച്ചു. ഞാൻ പറയുമ്പോഴേ കണ്ണു തുറക്കാം. ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോയി മേത്തുനിന്ന് ഇറങ്ങിപ്പോയതല്ല, എന്തോ ഒരു അത് നമുക്ക് ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ കറച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളായിരിക്കും. എന്താ പറയുക, ഒരു വേറെ എന്തോ ഒരു സംവിധാനം പോലെ തോന്നുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഒന്നും തോന്നുന്നില്ല ഞാൻ പറയുന്നില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാശനെ ഇതെന്താ ഇപ്പൊ ചെയ്തെന്താ സംഭവം? അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 ഭാവങ്ങളിൽ അവരുടെ മുമ്പിൽ കത്തിക്കുന്ന കർപ്പൂരം കത്തിക്കുന്നതിന് മുമ്പ് ഭസ്മം ഇട്ടിട്ട് കർപ്പൂരം കത്തിക്കുക. അന്നേരം ആ ഭസ്മം നമ്മളെടുത്ത് മാറ്റി വെക്കും. അതായത് ഒരു ദോഷവശം ഉണ്ടെങ്കിൽ നമ്മൾ വിഷ്ണുമായയുടെ മൂർത്തിയുടെ ഭസ്മാധിപ തൊട്ട്, അത് കഴിയുമ്പോൾ കാളിയുടെ ഭസ്മം തൊട്ട്, പിന്നെ കരിങ്കുട്ടിയുടെ ഭസ്മം കൊണ്ട് തൂത്തുവിടും. തൂത്തുവിട്ട് കഴിഞ്ഞാൽ ക്ഷീണപരമായിട്ടുള്ള അവസ്ഥകൾ, അതായത് നമുക്ക് പ്രേതബാധ വിഷയം ഉണ്ടെങ്കിൽ പോലും അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഈ 2ാമത്തെ ഭസ്മത്തിൽ ബാധ ഉണ്ടെങ്കിൽ അവരുടെ തലക്ക് ലോഡ് വരും. ചെറുതായിട്ട് ഇങ്ങനെ പുറമായിട്ട് വലിച്ചായിരുന്നു. എനിക്കത് തോന്നി സീരിയസ്ലി. ഇങ്ങനെ പിടിച്ചപ്പോ എനിക്ക് ഇങ്ങനൊരു സാധനം വന്ന് എനിക്ക് കഴിക്കാത്തതിന്റെ വിശപ്പിന്റെ ആണെന്ന് എനിക്കറിയില്ല. അതായത് ഇനി മറ്റേ പ്രഷർ കുറഞ്ഞതാണോന്ന് എനിക്കറിയത്തില്ല. അതായത് യാഥാർത്ഥ്യമാ തോന്നി. അതായത് ആ
ആ പുറകോട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് കണ്ണേറെന്നും പറയാം, ബാധയെന്നും പറയാം. ചില നമ്മുടെ അല്ല എന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് എനിക്ക് കുറച്ച് കണ്ണീരൊക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വണ്ടി ആക്സിഡന്റ് ഈ അടുത്തൊന്നുണ്ടായി. അതായത് കൈ ഒന്ന് കാണിയത് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഇടത്തെ കൈ മതി. ഇടത്തെ കൈ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജന്മപരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മക്ക്. എൻ്റെ സ്വന്തം അമ്മയ്ക്കോ? ഇല്ല ഇല്ല. അമ്മക്കോ അച്ഛൻ്റെ അമ്മക്കോ ഏതെങ്കിലും രീതിയിൽ ഒരു കുട്ടി, അതായത് അബോർട്ടഡ് കേസാണ് കാണിക്കുന്നത്. അച്ഛൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു അബോർട്ടഡ് കേസിനകത്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ പാദാവിഷയം അതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ട് അച്ഛൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. കർമ്മവേദിപരമായിട്ട് 2 കർമ്മവേദി ഉണ്ട്. അതായത് തനിക്ക് നല്ലൊരു ജോലിയുടെ നല്ല ഹൈ ക്ലാസ് ജോലി കയറി വരണ്ടേ, ഉണ്ടാവില്ല. അങ്ങനെ എന്ത് ജോലിയാ ഇതല്ലാതെ വേറെ എന്തെങ്കിലും? മീഡിയാപരമായിട്ട് ഇപ്പൊ ഞാൻ LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അതായത് സർക്കാരിന്റെ പൈസ കിട്ടാനുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ശത്രുദോഷം. ശത്രുദോഷം പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ശത്രുദോഷമൊക്കെ നന്നായിട്ടുണ്ട്, ശത്രുദോഷപരമായിട്ടുള്ളത്. പിന്നെ വിവാഹം കഴിഞ്ഞു? വിവാഹം കഴിഞ്ഞിട്ടില്ല. പ്രണയമുണ്ട്? പ്രണയം ഒന്നും ഞാൻ പറയുന്നില്ല, അത് വീട്ടുകാർ കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതായത് അപകടങ്ങൾ ഉണ്ടാകുക. അതായത് അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 വയസ്സിലൊരു അപകടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. 12 വയസ്സിലൊരു അപകടം ഉണ്ടായി, സീരിയസ്ലി ഉണ്ടായി. ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി, എന്നെ ഒരാൾ കൈ പിടിച്ച് കയറ്റി രക്ഷപ്പെടുത്തിയിട്ടൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിവിടെ കാണുന്നുണ്ട്. ഇത് 12 വയസ്സിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു ചെറിയ പ്രണയമുണ്ട്, അത് പറയുന്നത്. അതൊക്കെ പോട്ടെ, അത് മനസ്സൂത്ത് കളഞ്ഞ. അത് കഴിയുമ്പോൾ രക്തദൂഷ്യപരമായിട്ടുള്ള അസുഖം, അതായത് തനിക്ക് പിന്നെ ബ്ലഡിൽ ഏതെങ്കിലും രീതിയിൽ കൗണ്ടിങ് എന്തെങ്കിലും കുറവുണ്ടാകുന്നൊന്ന് ചെക്ക് ചെയ്യണം. ബ്ലഡിന് കൗണ്ട് കുറവുണ്ടോന്നു മനസ്സിലായോ? ഉറക്കയില്ലായ്മ, തലക്ക് ഇത് വരുക, അതായത് രക്തത്തിന് കണികൾക്ക് എന്ത് പോരായ്മകളുണ്ടോ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. വല്ല പ്രഷറിന്റെ എന്തെങ്കിലും കാണും, ഫുഡിന്റെ വിഷയങ്ങളും കാണും. അതാണ് ഇങ്ങനെ വെള്ളച്ച് വരുന്നത്. അതാണ് ഇത് പറയണത്. തലവേദന, തലപരമായിട്ടുള്ള അസുഖം, തലക്ക് ആ ആക്സിഡന്റ് തലക്കായിരുന്ന ഏതാ വണ്ടി ആക്സിഡന്റ്? ഇല്ല, എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഒന്നും പറ്റിയില്ല. ഇത് എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആശാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ സംഭവിച്ചതാ. അതല്ല, തലപരമായിട്ടുള്ള കേസ്, അതായത് പെടലിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നം അങ്ങനെയൊന്നുമില്ല. ഇരിക്കുമ്പോ പെടൽ വേദന? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും നടുവിനൊന്നും പ്രശ്നമൊന്നുമില്ല. ശാരീരികപരമായിട്ട് ഒരു കുഴപ്പമില്ല. മെഡിസിൻ പരമായിട്ടൊന്നും ഉപയോഗിക്കണമായിട്ടൊന്നും കാണിക്കണില്ല. ഒന്നുമില്ല. ഇത് ഈ നിൽക്കുന്നതായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള പാദദോഷം നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇതിന്റെ പുറമെ കണ്ണുദോഷം, ശത്രുദോഷം എന്ന് പറയുന്നത്. ശത്രുദോഷം ഭയങ്കര അപാരമാണ്. ശത്രുദോഷം എന്ന് വെച്ചാൽ കൊല ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നതായിട്ടുള്ളവരുണ്ട്. കൊല ചെയ്യുന്ന, അതായത് നമ്മളെ കൊല്ലണമെന്നുള്ള രീതിയിൽ കിടക്കുന്ന ശത്രുബാധ വരെ ഉണ്ടെന്നുള്ളതാണ്. അന്നേരം അതുപരമായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രക്ഷാപരമായിട്ട് നമ്മൾ നടക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്യാവശ്യം വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ വിശദമായിട്ട് വേദികളിൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും വേറെന്തെങ്കിലും വേറെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഗവൺമെന്റിന് ശമ്പളമൊക്കെ മേടിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. വല്ല ഗവൺമെന്റ് പ്ലീഡർ ആകുമെന്ന് പറയാൻ പറ്റില്ല. LLB ഒക്കെ പഠിക്കുന്നുണ്ടേ, അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകപരമായിട്ട് ജാതകപരമായിട്ടെന്നൊക്കെ പറഞ്ഞു അതിലൊന്നും ഒരു അതിപ്പോ ഒരു വശ്യത്തിനൊരു മണം അടിക്കും. പുള്ളിക്കാരനല്ലേ, പുള്ളിക്കാരന് ചെറിയ ദോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു സാധനം കയറി വരും ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അതൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അത് റെഡിയാക്കണം, അത് കുഴപ്പമാണ് കേട്ടോ. അതായത് മൂർത്തിഭാവപരമായിട്ട് ഞാൻ കരിങ്കുട്ടി സ്വാമി അനുഗ്രഹിക്കുന്നത്, വിഷ്ണുമായ സ്വാമിനെ അനുഗ്രഹിക്കണം, കാളി അനുഗ്രഹിക്കുന്നത്, അവിടുത്തെ മഠാധിപനായ ഏത് മൂർത്തി. അതായത് വെറുതെ പോയി തുള്ളിയല്ല, കണ്ണ് കാണാൻ പറ്റത്തില്ല, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം തീരണം അപ്പോഴാണ് ബോധം നേരെ വരുമ്പോഴാണ് കണ്ണ് തുറക്കാൻ പറ്റുന്നത്. നിങ്ങൾ വന്നാന്നോ വന്നില്ലെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. എല്ലായിടത്തും ഉണ്ട് വെറുതെ വടിയൊക്കെ പിടിച്ച്, പലയിടത്തൊക്കെ കാണാറുണ്ട് ഉരുളിയെ പിടിക്കുകയൊക്കെ ചെയ്യണം. ഇതല്ല, സത്യസന്ധമായിട്ട് നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ അനുഗ്രഹിച്ചിട്ട് വിഷയം എടുക്കും.
ഈ 19-ാം തീയതി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ നിരീശ്വരവാദികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടി വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് അതിനകത്തേക്ക് വിട്ടു തന്നു. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട സുജിത്താശാൻ നമുക്ക് അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നെ അതിൽ വിശ്വസിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അതിനെ തിരസ്കരിക്കണോ അനുകൂലിക്കണോ എന്നൊക്കെ ഉള്ളത് ജനങ്ങളുടെ അവരുടെ ബോധത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതൊന്നും അടിച്ചേൽപ്പിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ബാക്കിയൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്താണെങ്കിലും ഞങ്ങളോടൊപ്പം ഇത്ര നേരം സമയം മാറ്റിവെച്ച സുജിത്താശാന് എല്ലാവിധ ആശംസകളും ജീവിതത്തിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.